ഞാനിപ്പോഴുള്ളത് ഇവിടെ മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇവിടെ ഓഫീസിലാണുള്ളത്. മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് വേണ്ടിയിട്ട് ഇത് 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഇൻഫ്ലേറ്റഡ് കയാക്ക്, ഒരു ബോട്ട് തന്നെ വേണമെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. അതിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മെസ്സഞ്ചർ മാത്രമാണ്, ഒരു കൊറിയർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഷാർജ KMCC ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് ഈ ഒരു കയാക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു കയാക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത്. ഇവിടെ മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലേക്ക് അത് എത്തിക്കണം എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് ബാക്കി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് രാജീവ് യൂത്ത് ഫൗണ്ടേഷന്റെ ഭാരവാഹികളാണ്. രാജീവ് യൂത്ത് ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ ഈ സമയത്ത് ഇങ്ങനൊരു റെസ്ക്യൂ ഓപ്പറേഷനെ പറ്റിയ സാധനം കിട്ടുക എന്ന് പറയുന്ന വലിയ കിട്ടും. പക്ഷെ അത് ഞങ്ങള് ഫൗണ്ടേഷനുകളും വ്യത്യസ്തമായിരിക്കുമല്ലോ. അതിനനുസരിച്ച് നമ്മളെ വിവിധ ഘട്ടങ്ങളിൽ ആ സന്ദർഭം ഏത് കോളം നേരിടുന്നത് അതിനനുസരിച്ച് അവർ പരിശീലനം ലഭിച്ചു. ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയും എക്യുപ്മെന്റ്സ് ഇല്ല, അത്രയും സൗകര്യങ്ങളില്ല. എന്നിട്ട് പോലും അവരുടെ ജീവൻ മറന്നുകൊണ്ട്, അവരുടെ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് അത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇനിയും തുടർന്നും ഇത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു വിശാലമായ കാഴ്ചപ്പാടിലും അർത്ഥത്തിലും അവരത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ശിരൂരിൽ അപകടം ഉണ്ടായപ്പോഴും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കലക്ടറൊക്കെ ചോദിച്ചത് ഈ ഡ്രൈവർക്ക് ഇത്ര ഹോൾഡുള്ള ആളാണോ ഈ അർജുൻ എന്ന് പറയുന്ന ഡ്രൈവർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആൾ പറയുന്നുണ്ട്, അർജുൻ എന്ന് പറയുന്ന ഡ്രൈവറുടെ ഹോൾഡല്ല, ഒരു മലയാളി എവിടെയെങ്കിലും ഒരു പ്രശ്നത്തിലാകും.